ആലപ്പുഴയിലെ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിൽ വെളിയനാട് വില്ലേജിൽ കുമരംഗിരി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാലയമാണ് ദേവസ്വം യു പി സ്കൂൾ. വിദ്യാർത്ഥികളും PTA-യും സംയുക്തമായി ചെയ്ത പ്രൊജക്റ്റാണ് ഇവിടെ അനാവരണം ചെയ്യുന്നത്. പാഠ്യേതര പ്രവർത്തനവും പഠനവും എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ഇതിലൂടെ തെളിയിക്കുന്നു. കൃഷിയാണ് പ്രൊജക്റ്റിന്റെ വിഷയമായി തിരഞ്ഞെടുത്തത്. ചേന, പയർ, വാഴ, പാവൽ, വെണ്ട, ചീര തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളാണ് പ്രധാനമായും കൃഷി ചെയ്തത്. എന്നാൽ പ്രതീക്ഷിച്ച വിളവ് ലഭിച്ചില്ല. തുടർന്ന് വിളവ് മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. അങ്ങനെ ജൈവവള പ്രയോഗത്തിലൂടെ ഫലപ്രദമായ വിളവ് ലഭിക്കുമെന്ന വിശ്വാസത്തോടെ പുതിയ തരം ജൈവവളം നിർമ്മിക്കാൻ തീരുമാനിച്ചു. കൃഷിനാശ നിവാരണി ഉദ്ദേശ ലക്ഷ്യങ്ങൾ: 1. സ്വാഭാവികമായി മണ്ണിലുണ്ടാകുന്ന പെടുവളം ഇല്ലാതാക്കുക. 2. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ഘടകങ്ങളെ സ്വീകരിക്കാനുള്ള സസ്യങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുക. 3. മണ്ണിലടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ അംശത്തെ ലവണമാക്കി മാറ്റുക. പഠന രീതികളും ഉപകരണങ്ങളും: പച്ചക്കറി കൃഷി പരാജയപ്പെടാനിടയായ സാഹചര്യങ്ങളെക്കുറിച്ച് സഹായം തേടാൻ തീരുമാനിച്ചു. മികച്ച കർഷകൻ കൂടിയായ സ്കൂളിലെ മുൻ ഹെഡ് മാസ്റ്റർ ശ്രീ OD മന്മഥകുമാർ കുട്ടികൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകി. ചോദ്യാവലി തയ്യാറാക്കി കൃഷി ഓഫീസറുമായി അഭിമുഖം നടത്തി. സംശയ നിവാരണത്തിനായി കാർഷിക മാസികകൾ ഉപയോഗിച്ചു. ആയതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചു. കുട്ടനാട്ടിൽ മണ്ണിൽ ആസിഡിന്റെ അംശം കൂടുതലായി അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇത് ശാസ്ത്രീയമായി തെളിയിക്കുന്നതിന് മണ്ണ് പരിശോധന നടത്തി. ആസിഡിനെ നിർവീകരിച്ച് ലവണമാക്കാനുള്ള കഴിവ് കുമ്മായത്തിനുണ്ടെന്ന് മനസ്സിലായി. ചേന, വാഴ മുതലായ സസ്യങ്ങൾക്ക് കരികൻ രോഗമുണ്ടായി. മണ്ണിന്റെ പെടുവളം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലായി. ഇതിന് പരിഹാരമായി ചാരം ഉപയോഗിക്കാമെന്ന് പ്രധാനാധ്യാപകൻ നിർദ്ദേശം നൽകി. നന്ദി. കൃഷിനാശ നിവാരണി നിർമ്മാണ രീതി: വളനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് കുമ്മായം, ചാരം, ചാണകം, ഉപ്പ്, പച്ചിലകൾ എന്നിവയാണ്. ചെളിയിലെ ആസിഡിന്റെ അംശത്തെ നിർവീര്യമാക്കാൻ ചെളിമണ്ണിന്റെ കാൽഭാഗം കുമ്മായം ചേർത്ത് യോജിപ്പിച്ച് 2 ദിവസം വയ്ക്കുക. പിന്നീട് നേർമയായ പൊടിച്ചെടുക്കുക. ഈ മിശ്രിതം ചാണകം, ചാരം, ഉപ്പ് എന്നിവ വെവ്വേറെ പൊടിച്ച് 4:2:1:1 എന്ന അംശബന്ധത്തിൽ യോജിപ്പിക്കുക. ഒരു പാത്രത്തിൽ വെച്ച് ഇട്ട് തിളപ്പിച്ച് ആവി ലഭിക്കത്തക്ക വിധം മിശ്രിതം സുഷിരമുള്ള പാത്രത്തിലാക്കി വെച്ച് ആവി കയറ്റുക. ആവി മൂലം മിശ്രിതം കുഴമ്പ് രൂപത്തിലാകുമ്പോൾ വാങ്ങി വെച്ച് ഉണക്കുക. പൊടിയായി എടുത്തു സൂക്ഷിക്കുക. പഠനഫലം: ഈ മിശ്രിതം സസ്യത്തിന് 10 ഗ്രാം വീതം ചേർത്ത് കൊടുത്തു. മണ്ണിന്റെ ആസിഡിറ്റി കുറയുകയും മെച്ചപ്പെട്ട വിളവ് ലഭിക്കുകയും ചെയ്തു. നിഗമനം: ഈ മിശ്രിതം ഉപയോഗിച്ചതിലൂടെ മണ്ണിന്റെ ആസിഡിറ്റി കുറയുകയും ഫലഭൂയിഷ്ഠത വർദ്ധിക്കുകയും സസ്യങ്ങൾക്ക് മണ്ണിൽ നിന്ന് മൂലകങ്ങളെ വലിച്ചെടുക്കുവാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു.